നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണിക്കും ഓരോ മണ്ഡലത്തിലും ലഭിച്ച വോട്ട് വിഹിതം സംബന്ധിച്ച വിശകലനം വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കെ കോട്ടയം ജില്ലയിൽ 2021 അപേക്ഷിച്ച് UDF-നും NDA-യ്ക്കും വോട്ട് വിഹിതം കൂടി. എന്നാൽ LDF-ന് വോട്ട് വിഹിതം കുറയുകയാണ് ചെയ്തത്. 2021 തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ UDF-ന് 85,544 വോട്ടുകൾ ജില്ലയിലാകമാനം കൂടി. NDA-യ്ക്ക് 64,877 വോട്ടും കൂടിയിട്ടുണ്ട്. എന്നാൽ LDF-ന് ജില്ലയിലാകമാനം 1,05,083 വോട്ടിന്റെ കുറവുണ്ടായി. LDF-ന് വൈക്കത്താണ് ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 19,804 വോട്ടുകളാണ് ഇവിടെ കുറഞ്ഞത്. കോട്ടയത്ത് LDF-ന് 13,751 വോട്ടുകളും പുതുപ്പള്ളിയിൽ 23,204 വോട്ടുകളും കുറഞ്ഞു. UDF-ന് പാലായിൽ മാത്രമാണ് ഇക്കുറി വോട്ട് കുറഞ്ഞത്. 2021 പാലായിൽ 60,804 വോട്ടുകൾ നേടിയ UDF-ന് ഇക്കുറി 50,799 വോട്ടുകളെ ലഭിച്ചുള്ളൂ. പാലായിൽ NDA 2021 10,869 വോട്ടുകൾ നേടിയ സ്ഥാനത്ത് ഇക്കുറി 35,304 വോട്ടുകൾ നേടി. എന്നാൽ 54,426 വോട്ടുകൾ 2021 നേടിയ LDF-ന് ഇക്കുറി പാലായിൽ 47,808 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പൂഞ്ഞാറിൽ UDF-ന് 2021 34,633 വോട്ടുകളാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇക്കുറി അത് 56,900 NDA 2021 പൂഞ്ഞാറിൽ 29,065 വോട്ടുകൾ നേടിയ സ്ഥാനത്ത് ഇക്കുറി 36,172 വോട്ടുകൾ നേടി. LDF-ന് 2021 56,668 വോട്ടുകളുടെ സ്ഥാനത്ത് ഇക്കുറി 50,207 വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. കാഞ്ഞിരപ്പള്ളിയിൽ UDF-ന് 10,000 വോട്ടുകളാണ് ഇക്കുറി കൂടിയത്. 2021 46,596 വോട്ടുകൾ ലഭിച്ച സ്ഥാനത്ത് ഇക്കുറി 56,646 വോട്ടുകൾ ലഭിച്ചു. എന്നാൽ NDA-യ്ക്ക് കാഞ്ഞിരപ്പള്ളിയിൽ വോട്ട് കുറയുകയാണുണ്ടായത്. 2021 29,157 വോട്ടുകൾ നേടിയപ്പോൾ ഇക്കുറി 26,984 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. LDF-നാകട്ടെ 2021 60,299 നിന്നും 50,874 വോട്ടുകളായി കുറഞ്ഞു. 10,000-ഓളം വോട്ടുകളാണ് LDF-ന് കാഞ്ഞിരപ്പള്ളിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞത്. പുതുപ്പള്ളി മണ്ഡലത്തിൽ UDF-ന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചു. 2021 63,372 വോട്ടുകൾ ലഭിച്ച UDF ഇക്കുറി 84,031 വോട്ടുകൾ നേടി ജില്ലയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം കരസ്ഥമാക്കി. LDF-ന് പുതുപ്പള്ളിയിൽ 2021 54,328 വോട്ടുകൾ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇക്കുറി അത് 31,124 വോട്ടിലേക്ക് ചുരുങ്ങി. കോട്ടയം മണ്ഡലത്തിലും UDF-ന്റെ വോട്ട് വിഹിതം കൂടി. 2021 65,401 വോട്ടുകൾ നേടിയ സ്ഥാനത്ത് ഇക്കുറി 68,893 വോട്ടുകളായി. NDA-യ്ക്കും മുന്നേറ്റം കിട്ടി. 8,611 നിന്നും ഇക്കുറി 9,726 എന്നാൽ ഇടതുമുന്നണി 2021 46,658 നിന്നും 32,907 കൂപ്പുകുത്തി. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ UDF 2021 നേടിയ 43,986 നിന്നും ഇക്കുറി 64,077 NDA 13,746 നിന്നും കുറഞ്ഞ് 12,975 മുൻമന്ത്രി VN വാസവൻ 2021 ഏറ്റുമാനൂരിൽ നിന്നും 58,289 വോട്ട് നേടിയാണ് വിജയിച്ചത്. എന്നാൽ ഇക്കുറി അത് 44,325 കുറഞ്ഞു. PC ജോർജാണ് ഇക്കുറി ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളിൽ ഏറ്റവും അധികം വോട്ട് നേടിയത്. 36,172 പേരുടെ പിന്തുണ PC ജോർജിന് ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.